തിരികെ വാർത്തയിലേക്ക്. പാതിവില തട്ടിപ്പ് കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന് തട്ടിപ്പിനിരയായവർ. അന്വേഷണം തുടങ്ങി 8 മാസമായിട്ടും ഒരു കേസിൽ പോലും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തട്ടിപ്പിന്റെ വ്യാപ്തി പുറത്തുകൊണ്ടുവരാൻ കഴിയില്ലെന്നും മുഖ്യപ്രതി അനന്തുകൃഷ്ണന് ജാമ്യം ലഭിക്കാൻ അന്വേഷണ സംഘം കൂട്ടുനിൽക്കുകയാണെന്നും തട്ടിപ്പിനിരയായവർ ആരോപിച്ചു. വിശദാംശങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, ഈ തട്ടിപ്പിനിരയായവരുടെ പ്രധാന ആരോപണം ഏത് തരത്തിലാണ്? KP ഈ സംസ്ഥാനത്തൊട്ടാകെ, അതായത് എല്ലാ ജില്ലകളിലെയും ആ ജില്ലകളിലെ തന്നെ വിവിധ പ്രദേശങ്ങളിലായി ട്രസ്റ്റുകൾ രൂപീകരിച്ചാണ് ഇത്തരത്തിൽ വലിയ ഒരു തട്ടിപ്പ് നടന്നത്. ഈ തട്ടിപ്പിൽ ഇതുവരെയും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ആദ്യം ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയിരുന്നത്. പിന്നീട് ഈ അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ട് അതത് ജില്ലകളിലെ ക്രൈംബ്രാഞ്ചിന് അന്വേഷണ ചുമതല നൽകി. 2 മാസമായി ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിട്ട്, പക്ഷേ ഇതുവരെ ഈ അന്വേഷണം എങ്ങും എത്തിയില്ല എന്നാണ് പരാതിക്കാർ പറയുന്നത്. ഇവർ ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്ത് 2 മാസം ആകുമ്പോഴും ഇതുവരെ ഈ പരാതിക്കാരിൽ നിന്ന് മൊഴിയെടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. മാത്രമല്ല, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ ഈ ഒരു വലിയ തട്ടിപ്പിന്റെ വ്യാപ്തി ഒരു തരത്തിലും പുറത്തു കൊണ്ടുവരാൻ കഴിയുകയില്ല. അതായത് ജില്ലകളിലാണ് അന്വേഷണം നടക്കുന്നത്, പല പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്ത കേസുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നതാണ് ഈ പരാതിക്കാരായ അല്ലെങ്കിൽ ഈ തട്ടിപ്പിനിരയായ ആളുകളുടെ ആവശ്യം. മാത്രമല്ല, നേരത്തെ അന്വേഷണ സംഘം ഒരു 80 അംഗ അന്വേഷണ സംഘമായിരുന്നു ഉണ്ടായിരുന്നത്. ആ 80 അംഗ അന്വേഷണ സംഘം ഉണ്ടായിരുന്നപ്പോൾ ഈ മുഖ്യപ്രതിയായ അനന്തുകൃഷ്ണന്റെ ബാങ്ക് ഇടപാടുകൾ അടക്കം പരിശോധിച്ചിരുന്നു. കടവന്ത്രയിലെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ ഇയാളെ ഏതാണ്ട് 600 കോടി രൂപ ഇയാളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ പണമൊക്കെ ആരുടെ അക്കൗണ്ടിലേക്കാണ് മാറ്റിയതെന്നുള്ള ഒരു അന്വേഷണം ആ രീതിയിലേക്ക് പോകുന്ന സമയത്താണ് അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ടത്. മനഃപൂർവ്വം തന്നെയാണ് ഇത്തരത്തിലുള്ള അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ട് ഈ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം ഏൽപ്പിച്ചതെന്നാണ് പരാതിക്കാർ പറയുന്നത്. മാത്രമല്ല, ഈ മുഖ്യപ്രതിയായ അനന്തുകൃഷ്ണന് എല്ലാ കേസുകളിലും ജാമ്യം ലഭിക്കുന്നതിനായി നിലവിലെ അന്വേഷണ സംഘം സഹായിക്കുന്നു. ഇയാളെ കോടതികളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇയാളുടെ ഇടപാടുകാരായ രാഷ്ട്രീയക്കാർ അടക്കമുള്ള ആളുകളെ കാണാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. ഇത്തരം ആരോപണങ്ങളാണ് ഈ പരാതിക്കാരായ ആളുകൾ പറയുന്നത്. എന്തായാലും ഒരു അന്വേഷണ സംഘം രൂപീകരിച്ച് തന്നെ മുന്നോട്ട് പോകണം, എന്നാലേ ഇത്തരത്തിലൊരു വലിയ തട്ടിപ്പിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ ഈ പാവപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ചും സ്ത്രീകളാണ്, 50,000-ഉം 60,000-ഉം ഒക്കെ സ്വർണം വിറ്റും കടം വാങ്ങിയും ഒക്കെ പല കാര്യങ്ങൾ, ഈ 2 വീലർ ലഭിക്കുന്നതിനും ഒപ്പം തന്നെ പല കമ്പ്യൂട്ടർ, തയ്യൽ മെഷീൻ, അങ്ങനെ പല അതും പാതിവിലയ്ക്ക് ലഭിക്കുന്നതിനായി പണം നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ പണം ഇനി എപ്പോൾ കിട്ടുമെന്നുള്ള കാര്യത്തിലൊന്നും ഒരു തീരുമാനമില്ല. നിലവിൽ യാതൊരു തരത്തിലുള്ള അന്വേഷണവും ഇല്ല. ഇതാണ് ഈ പരാതിക്കാരെ പരാതികളുമായിട്ടാണ് ഈ തട്ടിപ്പിന് ഇരയായവർ രംഗത്ത് വന്നിരിക്കുന്നത്. നിഷ ദിലീപാണ് വിശദാംശങ്ങൾ നൽകിയത്.